ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ട്രാൻസിയൻ റെസ്പോൺസ് സ്പെസിഫിക്കേഷനും അതുപോലെ സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് സ്പെസിഫിക്കേഷനും ആണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ ട്രാൻസിയൻ റെസ്പോൺസ് സ്പെസിഫിക്കേഷൻസ് നോക്കാം. അപ്പം ആദ്യം തന്നെ എന്താണ് ട്രാൻസിയൻ റെസ്പോൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് പറയാം. ട്രാൻസിയൻ റെസ്പോൺസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റഡി സ്റ്റേറ്റ് റീച്ച് ചെയ്യുന്നതിന് മുന്നേ ടൈമിനനുസരിച്ച് ഔട്ട്പുട്ടിന് ഉണ്ടാവുന്ന വേരിയേഷൻ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാൻസിയൻ റെസ്പോൺസ് പറയുന്നത്. അതിന്റെ മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത് ഇറ്റ് ഷോസ് ഹൗ ഫാസ്റ്റ് ആൻഡ് അക്യുറേറ്റ്ലി സിസ്റ്റം റിയാക്ട്സ് ടു ഇൻപുട്ട് ചേഞ്ചസ്. ഇൻപുട്ട് ചേഞ്ചസ് വരുന്നതിനനുസരിച്ച് എത്രത്തോളം വേഗത്തിലും അക്യുറേറ്റ് ആയിട്ടും സിസ്റ്റം റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കാനാണ് നമ്മൾ ട്രാൻസിയൻ റെസ്പോൺസ് യൂസ് ചെയ്യുന്നത്. ട്രാൻസിയൻ റെസ്പോൺസ് സ്പെസിഫിക്കേഷൻസിൽ നമ്മൾ ചില പാരാമീറ്റേഴ്സ് ആണ് പഠിക്കുന്നത്, ലൈക്ക് ഡിലേ ടൈം, റൈസ് ടൈം, പീക്ക് ഓവർഷൂട്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, ഡിലേ ടൈം ആണ്. ഡിലേ ടൈമിന് നമുക്ക് ടി സഫിക്സ് ഡി, ടി ഡി എന്ന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ടി ഡി എന്ന് പറയുന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഡിലേ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ ബൈ റെസ്പോൺസ് ടു റീച്ച് 50% ഓഫ് ഫൈനൽ വാല്യൂ ഫോർ ദ ഫസ്റ്റ് ടൈം. ആദ്യത്തെ തവണ ഫൈനൽ വാല്യൂവിന്റെ 50% എത്താനായിട്ട് എത്ര ടൈം എടുക്കുന്നുണ്ട് എന്നുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിലേ ടൈം എന്ന് പറയുന്നത്. അത് സോൾവ് ചെയ്തെടുക്കാൻ നമുക്ക് സ്റ്റാൻഡേർഡ് ഫോർമുലാസ് ഒന്നുമില്ല. ഏതിൽ നിന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, റെസ്പോൺസ് കർവ് എന്നാണ് നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നതെന്ന് ഓർത്ത് വെക്കുക. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് റൈസ് ടൈം ആണ്. റൈസ് ടൈം എന്ന് പറയുമ്പോൾ എന്താണ്, റെസ്പോൺസ് 10 to 90 റൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ സംടൈംസ് 0 to 100 ഓഫ് ഫൈനൽ വാല്യൂ റൈസ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റൈസ് ടൈം എന്ന് പറയുന്നത്. റൈസ് ടൈം എന്താണ് മെയിൻലി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ സ്പീഡ് ഓഫ് ഇനീഷ്യൽ റെസ്പോൺസ്. ഇനീഷ്യൽ റെസ്പോൺസിന്റെ സ്പീഡിനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പാരാമീറ്റർ, അതായത് റൈസ് ടൈം എന്ന് പറയുന്ന ടി ആർ, ടി സഫിക്സ് ആർ ആണ് റൈസ് ടൈം എന്ന് പറയുന്ന പാരാമീറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതിന്റെ കേസിൽ നമുക്കൊരു ഫോർമുല പഠിക്കാണ്ട്, അണ്ടർ ഡാംഡ് സിസ്റ്റത്തിന്റെ കേസിൽ റൈസ് ടൈം ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് ടി ആർ ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1.8 ഡിവൈഡഡ് ബൈ ഒമേഗ എൻ. ഓക്കെ, തേർഡ് വൺ എന്ന് പറയുന്നത് പീക്ക് ടൈം ആണ്. പീക്ക് ടൈമിന്റെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് മാക്സിമം പീക്കില് റെസ്പോൺസ് എത്തുന്ന ആ ഒരു ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പീക്ക് ടൈം എന്ന് പറയുന്നത്. അത് ഉണ്ടാവുക ഏതിന് മാത്രമാണ്, അണ്ടർ ഡാംഡ് സിസ്റ്റംസിന്റെ കേസിൽ മാത്രമാണ് പീക്ക് ടൈം എക്സിസ്റ്റ് ചെയ്യുക. അണ്ടർ ഡാംഡ് സിസ്റ്റം മീൻസ് സീറ്റ എന്ന് പറയുന്ന ഡാമ്പിംഗ് റേഷ്യോ ഇസ് ബിറ്റ്വീൻ 0 and 1. ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കുക. അതിന്റെ ഇക്വേഷൻ കൂടി ഇമ്പോർട്ടൻ്റ് ആണ്, അതും കൂടെ നോക്കി വെക്കണം. ടി പി, പീക്ക് ടൈം ടി പി ഇസ് ഈക്വൽ ടു പൈ ഡിവൈഡഡ് ബൈ ഒമേഗ എൻ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒമേഗ എൻ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയറിനെ നമുക്ക് സിംപ്ലി ഒമേഗ ഡി എന്ന് റെപ്രസെന്റ് ചെയ്യാം, ഡാമ്പിംഗ് ഫ്രീക്വൻസി. ഫോർത്ത് വൺ വരുന്നത് മാക്സിമം ഓവർഷൂട്ട്, എം പി ആണ്, എം സഫിക്സ് പി ആണ്. അപ്പോൾ മാക്സിമം ഓവർഷൂട്ടിൽ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ കാണിക്കുന്നത്, ദ മാക്സിമം പീക്ക് വാല്യൂ ഓഫ് റെസ്പോൺസ്, റെസ്പോൺസിന്റെ മാക്സിമം പീക്ക് വാല്യൂ എബവ് ഫൈനൽ സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജ്. അപ്പോൾ മാക്സിമം പീക്ക് വാല്യൂ ഓഫ് റെസ്പോൺസും ഫൈനൽ സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂയും തമ്മിൽ റേഷ്യോ എടുത്ത് പെർസെൻറ്റേജ് എടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, മാക്സിമം ഓവർഷൂട്ട് എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഓൾസോ എക്സിസ്റ്റ് ഫോർ അണ്ടർ ഡാംഡ് സിസ്റ്റംസ് ഓൺലി. അണ്ടർ ഡാംഡ് സിസ്റ്റത്തിന് മാത്രമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഹയർ സീറ്റ ആണെങ്കിൽ ലോവർ ഓവർഷൂട്ട് ആയിരിക്കും. ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. ഹയർ ഡാമ്പിംഗ് റേഷ്യോ സീറ്റ വരുമ്പോൾ ലോവർ ഓവർഷൂട്ട് ആണ് വരിക എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. എം പിയുടെ കേസിൽ മാക്സിമം ഓവർഷൂട്ട് കാണാനും നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, എം പി ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് സീറ്റ പൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ ഇൻറ്റു 100%. ഓക്കെ,
ട്രാൻസിയന്റ് റെസ്പോൺസ് സ്പെസിഫിക്കേഷൻസിലെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് സെറ്റിലിംഗ് ടൈം ആണ്, വിച്ച് ഈസ് ഡിനോട്ടഡ് ബൈ ടി സഫിക്സ് എക്സ്. സെറ്റിലിംഗ് ടൈം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ടൈം taken for response to remain with a specified percentage band. നമ്മൾ കോമൺലി എടുക്കുന്നത് ഏതൊക്കെയാണ്? +or-2% ഓർ +or-5% ആണ് ഓഫ് ഇറ്റ്സ് ഫൈനൽ വാല്യൂ. അപ്പൊ +or-2% വരുന്ന സമയത്ത് നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് 2% ക്രൈറ്റീരിയന്റെ കേസിൽ നമ്മൾ എടുക്കുന്നത് TS സെറ്റിലിംഗ് ടൈം ഈസ് ഈക്വൽ ടു 4/θ⍵n എന്നും 5% ബാൻഡ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ TS സെറ്റിലിംഗ് ടൈം എടുക്കുന്നത് എന്താണ്? 3/θ⍵n എന്നാണ്. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസ് നോട്ട് ചെയ്ത് വെക്കുക. സപ്പോസ് ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല, അതായത് 2% ക്രൈറ്റീരിയൻ ആണോ 5% ക്രൈറ്റീരിയൻ ആണോ എന്ന് നമുക്ക് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഇതിൽ രണ്ടിലും സബ്സ്റ്റിറ്റ്യൂട്ട് ഇത് നോക്കിയിട്ട് ഇതിന് മാച്ച് ആവുന്ന ഓപ്ഷൻ ഏതാണോ വരുന്നത് അത് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ട്രാൻസിയന്റ് റെസ്പോൺസ് സ്പെസിഫിക്കേഷൻസ് മെൻഷൻ ചെയ്യാനുള്ളത്. നമ്മളൊരു 5 ടേംസ് പഠിച്ചു. ആ ടേംസ് എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതും അതിന്റെ ഫോർമുലയാണ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് സ്പെസിഫിക്കേഷൻ ആണ്. സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എല്ലാ ട്രാൻസിയന്റ് ഇഫക്ട്സും ഡീക്കേഡ് ആയതിനു ശേഷമുള്ള സിസ്റ്റത്തിന്റെ ബിഹേവിയറിനെയാണ് നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ആസ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി ഹൗ ദ സിസ്റ്റം ബിഹേവ്സ് എന്നുള്ളതാണ് എന്ത് ഉദ്ദേശിക്കുന്നത്? സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്ന് പറഞ്ഞിട്ട് ഇനി ഒരു ടേം ഉണ്ട്, അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അക്യുറസി ഓഫ് സിസ്റ്റം ആണെന്നുള്ളതും കൂടെ ഓർത്ത് വയ്ക്കുക. അപ്പൊ നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്ന് പറഞ്ഞു, അപ്പൊ അതെന്താണെന്ന് നമുക്ക് അറിയണ്ടേ. അപ്പൊ സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്ന് പറയുന്നത് ESS, ഈ സഫിക്സ് SS. ഓക്കെ, സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഓഫ് സിസ്റ്റം ആസ് ടൈം അപ്രോച്ചസ് ഇൻഫിനിറ്റി. ടൈം T ഇൻഫിനിറ്റിയിലേക്ക് പോകും തോറും ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ തൊട്ടു മുന്നേ മെൻഷൻ ചെയ്ത പോലെ തന്നെ ഇറ്റ് മെഷേഴ്സ് ദ അക്യുറസി ഓഫ് ദ സിസ്റ്റം. ഓക്കെ, അതിന്റെ കേസിൽ നമുക്ക് ഇക്വേഷൻ ആയിട്ട് നമുക്ക് എഴുതാണെങ്കിൽ എങ്ങനെ എഴുതാം? ESS സ്റ്റഡി സ്റ്റേറ്റ് എറർ ESS ഇസ് ഈക്വൽ ടു ലിമിറ്റ് T ടെൻസ് ടു ഇൻഫിനിറ്റി. ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്? R of T. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? C of T. ഓക്കെ, അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എടുത്തതായിരിക്കും. അപ്പൊ സ്റ്റഡി സ്റ്റേറ്റ് എററിന്റെ ഫോർമുല നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് സ്പെസിഫിക്കേഷനിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു ടേം എന്ന് പറയുന്നത് സ്റ്റാറ്റിക് എറർ കോൺസ്റ്റൻസ് ആണ്. അപ്പൊ സ്റ്റാറ്റിക് എറർ കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ സ്റ്റഡി സ്റ്റേറ്റ് എറർ ബേസ്ഡ് ഓൺ ഇൻപുട്ട് ടൈപ്പ്. ഇൻപുട്ട് ടൈപ്പ് ഏതാണെന്നുള്ളതിനനുസരിച്ച് സ്റ്റഡി സ്റ്റേറ്റ് എറർ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്റ്റാറ്റിക് എറർ കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ ടേബിളിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം നമുക്ക്. സ്റ്റെപ്പ് ഇൻപുട്ടിന്റെ കേസിൽ ഇൻപുട്ട് ടൈപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് ഇൻപുട്ട് ആണെങ്കിൽ നമ്മുടെ R(s) എന്ന് പറയുന്നത് എന്താണ് വരിക? 1ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം വിച്ച് ഈസ് 1/s ആണ് അല്ലെ. 1/s ആണ് വരിക. അതിന്റെ കേസിൽ വരുന്ന എറർ കോൺസ്റ്റന്റ് നോട്ട് ചെയ്ത് വെക്കുക KP ആണ്. ആ KP കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. KP is equal to limit S tends to 0 G of S H of S. ഓക്കെ, അതുപോലെ റാമ്പ് ഇൻപുട്ട് ആണ് നമ്മുടെ ഇൻപുട്ട് ടൈപ്പ് എന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ അതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കാണുമ്പോൾ R(s) എന്ത് വരും? 1/s² ആണ് വരിക അല്ലെ. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് വരുന്ന എറർ കോൺസ്റ്റന്റിനെയാണ് KV എന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. വേർ KV is equal to limit S tends to 0 S into G of S H of S. അതുപോലെ തന്നെ പരാബോളിക് ഇൻപുട്ട് ആണ് വരുന്നതെങ്കിൽ ആ സമയത്ത് വരുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് R(s) എന്ന് പറയുന്നത് 1/s³ ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എറർ കോൺസ്റ്റന്റ് KA
ഇത് പൊസിഷണൽ എറർ കോൺസ്റ്റന്റ് എന്നാണ് ഇതിനെ പറയാ. ഇതിനെ വെലോസിറ്റി എറർ കോൺസ്റ്റന്റ് എന്നാണ് പറയാ. കെ എ എന്ന് പറയുന്ന ആക്സിലറേഷൻ എറർ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ കെ എ കാണാനുള്ള ഇക്വേഷനും കൂടെ ഓർത്ത് വെക്കുക. കെ എക്ക് എന്താണ് വ്യത്യാസം? ലിമിറ്റ് എസ് ടെൻസ് ടു 0. എസിന് പകരം ഇവിടെ എന്താണ്? എസ് സ്ക്വയർ ഇൻറ്റു ജി ഓഫ് എസ് എച്ച് ഓഫ് എസ് ആയിരിക്കും. അപ്പോൾ ഈ എറർ കോൺസ്റ്റൻസിൽ നിന്ന് എറർ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കെ പി നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇ എസ് എസ് സ്റ്റെപ്പ് ഇൻപുട്ടിന്റെ കേസിൽ നമുക്ക് എങ്ങനെ എഴുതാം? സ്റ്റഡി സ്റ്റേറ്റ് എറർ ഇ എസ് എസ് ഈക്വൽ ടു 1/1 പ്ലസ് കെ പി എന്ന് എഴുതാം. അതുപോലെ ഇവിടത്തെ കേസിൽ സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്താണ്? 1/kv. ഇവിടത്തെ കേസിൽ 1/ka. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിള് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് മനസ്സിലാക്കി പഠിച്ചു വെക്കുക. ഇത് സിസ്റ്റം ടൈപ്പിനനുസരിച്ച് വരുന്ന സ്റ്റഡി സ്റ്റേറ്റ് എറർ കമ്പയർ ചെയ്യുന്ന ഒരു ടേബിൾ ആണ്. അപ്പോൾ ഇതിന്റെ കേസിൽ ടൈപ്പ് 0 സിസ്റ്റം ആണെങ്കിൽ ഒറിജിനിലുള്ള പോൾസിന്റെ എണ്ണം എത്രയായിരിക്കും? 0 ആയിരിക്കും. ഡെഫിനറ്റ്ലി 0 ആയിരിക്കും അല്ലെ? അങ്ങനെയാണെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് എറർ ഫോർ സ്റ്റെപ്പ് ഇൻപുട്ട് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച ആ ഒരു ഇക്വേഷൻ ഇ എസ് എസ് ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് കെ പി എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ ആണ് ഇവിടെ ഫൈനൈറ്റ് വാല്യൂ ആണ് വരിക. മറ്റു രണ്ടെണ്ണത്തിനും റാമ്പ് ഇൻപുട്ട് വരികയാണെങ്കിലും പാരാബോളിക് ഇൻപുട്ട് വരികയാണെങ്കിലും ഇൻഫിനിറ്റി ആയിരിക്കും ടൈപ്പ് 0 ആണെങ്കിൽ വരുന്നത്. ഓക്കെ, അതുപോലെ ടൈപ്പ് 1 സിസ്റ്റം ആണെങ്കിൽ എത്ര പോൾസ് ഉണ്ടാവും ഒറിജിനിൽ? ഒരു പോൾ ആയിരിക്കും ഒറിജിനിൽ ഉണ്ടായിരിക്കുക. അതിന്റെ കേസിൽ സ്റ്റെപ്പ് ഇൻപുട്ട് ആണെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. റാമ്പ് ഇൻപുട്ട് ആണെങ്കിൽ ഫൈനൈറ്റ് ആയിരിക്കും, വിച്ച് ഹാസ് ദ വാല്യൂ ഓഫ് 1/kv. നമ്മൾ കണ്ടുപിടിച്ച വെലോസിറ്റി എറർ കോൺസ്റ്റന്റ് kv. ഓക്കെ, അതുപോലെ പരാബോളിക് ആണെങ്കിൽ എന്തായിരിക്കും? ഇൻഫിനിറ്റ് ആയിരിക്കും. അതേസമയം ടൈപ്പ് 2 ആണെങ്കിൽ സ്റ്റെപ്പ് ഇൻപുട്ടിനും റാമ്പ് ഇൻപുട്ടിനും 0യും പാരാബോളിക് ഇൻപുട്ടിന് മാത്രം ഫൈനൈറ്റ് വാല്യൂ 1/ka ആയിരിക്കും വരിക. ഇവിടെ പോൾസ് അറ്റ് ഒറിജിൻ എന്തായിരിക്കും? ടൈപ്പ് 2 ആവുമ്പോൾ ഡെഫിനറ്റ്ലി 2 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ രണ്ട് ടേബിളും ഒന്ന് മനസ്സിലാക്കി ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് തിയറി പോർഷനിൽ നിന്ന് മെൻഷൻ ചെയ്യാനുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡാമ്പിംഗ് റേഷ്യോ ഓഫ് സെക്കൻഡ് ഓർഡർ സിസ്റ്റം whose closed loop transfer function is given by, നമുക്കൊരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡാമ്പിംഗ് റേഷ്യോ സീറ്റ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഫോം ഓഫ് സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ, ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒമേഗ എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2 സീറ്റ ഒമേഗ എൻ എസ് പ്ലസ് ഒമേഗ എൻ സ്ക്വയർ ആണ്. ഇനി എന്ത് ചെയ്യുക? ഇതിലെ ഓരോ ടേംസും ഇക്വേറ്റ് ചെയ്യുക. അപ്പൊ ഒമേഗ എൻ സ്ക്വയറിന്റെ സ്ഥലത്ത് എന്താണ് വന്നിട്ടുള്ളത്? ഒമേഗ എൻ സ്ക്വയർ ഇസ് ഈക്വൽ ടു 10,000 ആണ് വന്നിട്ടുള്ളത് അല്ലെ? വിച്ച് ഇംപ്ലൈസ് ഒമേഗ എൻ എന്തായിരിക്കും? ഡെഫിനറ്റ്ലി 100 ആയിരിക്കും അല്ലെ? അടുത്തത് എന്ന് പറയുന്നത് 2 സീറ്റ ഒമേഗ എൻ എസ് എന്ന് പറയുന്നതിന്റെ സ്ഥലത്താണ് നമുക്ക് എന്ത് വന്നിട്ടുള്ളത്? 140 എസ് വന്നിട്ടുള്ളത് അല്ലെ? ഇവിടെ നോക്കൂ, 140 എസ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മള് എസ് എസും ക്യാൻസലായി. പിന്നെ ഉള്ളത് എന്താ? ഒമേഗ എന്ന് നമുക്ക് അറിയാം ഓൾറെഡി. അപ്പൊ സീറ്റ മാത്രമാണ് അൺനോൺ ഉള്ളത്. സീറ്റ ഇസ് ഈക്വൽ ടു 140 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഒമേഗ എൻ്റെ വാല്യൂ എത്ര നമ്മൾ കണ്ടുപിടിച്ചത്? 100. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? ഇത് രണ്ടും ക്യാൻസലായി. 2 7, 7/10 വിച്ച് ഈസ് ഈക്വൽ ടു 0.7. അപ്പൊ ഡാമ്പിംഗ് റേഷ്യോ സീറ്റ എന്ന് പറയുന്ന വാല്യൂ എത്രയാണ്? ഓപ്ഷൻ ഡി 0.7 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്റ്റഡി സ്റ്റേറ്റ് എറർ ഇൻ the unit step response for the system represented in figure below is. നമുക്ക് സ്റ്റഡി സ്റ്റേറ്റ് എറർ ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, യൂണിറ്റ് സ്റ്റെപ്പ് റെസ്പോൺസിനാണ്. ഓക്കെ,
വിച്ച് ഇംപ്ലൈസ് ആർ ഓഫ് എസ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും 1/s ആയിരിക്കും അല്ലേ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ജി ഓഫ് എസ് ഈക്വൽ ടു ജി ഓഫ് എസ് എഴുതി നോക്കുകയാണെങ്കിൽ എന്ത് വരും, 10 ഇൻറ്റു 0.3s പ്ലസ് 1 ഡിവൈഡഡ് ബൈ 0.5s പ്ലസ് 1 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 5. എല്ലാതും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, ഇതാണ് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ വരിക അല്ലെ. അപ്പൊ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, 10 ഇൻറ്റു 10 100 ആയി, 100 ഇൻറ്റു 0.3 വന്നു കഴിഞ്ഞാൽ 30s പ്ലസ് 100 ഡിവൈഡഡ് ബൈ 0.5s പ്ലസ് 1 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 5 എന്ന് എഴുതി കൂടെ. ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമുക്ക് ഈ ഒരു ഫോമിലാണ് കിട്ടുന്നത്. ഇനി നമുക്കറിയാം സ്റ്റഡി സ്റ്റേറ്റ് എറർ കാണണമെങ്കിൽ എന്താണ് വേണ്ടി വരുന്നത്, ഇ എസ് എസ് ഇസ് ഈക്വൽ ടു 1/1 പ്ലസ് കെ പി ആണ് വരുന്നത് അല്ലെ. അതിൽ കെ പി എന്ന് പറയുന്നത് എങ്ങനെയാ കാണുന്നത്, which is equal to limit s tends to 0 g of s h of s. ഈ ഒരു g of s ന്റെ ഇക്വേഷനിൽ എസിന് 0 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, which is equal to 100 divided by 5 വരും, which is equal to 20. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇ എസ് എസ് കണ്ടുപിടിച്ചൂടെ. ഇ എസ് എസ് is equal to 1/1 plus 20 which is equal to 1/21. ഇത്രയേ ഉള്ളൂ. അപ്പൊ ആൻസർ എന്താണ് വരിക, ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബൈ വാട്ട് ഫാക്ടർ ഷുഡ് ഗെയിൻ കെ ബി മൾട്ടിപ്ലൈഡ് ഫോർ ദ ഡാമ്പിംഗ് റേഷ്യോ ടു ബി ഇൻക്രീസ്ഡ് ഫ്രം 0.2 to 0.8 in a closed loop transfer function given by k by t divided by s square plus s by t plus k by t ആണ് തന്നിട്ടുള്ളത്. നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോർമുല ആദ്യം എഴുതുക. എന്താണ്, സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിന്റെ കേസിൽ വരുന്ന സ്റ്റാൻഡേർഡ് ഫോർമുല എന്ന് പറയുന്നത് ഒമേഗ എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2 സീറ്റ ഒമേഗ എൻ എസ് പ്ലസ് ഒമേഗ എൻ സ്ക്വയർ ആണ്, which implies omega n square is equal to k by t implies omega n എന്തായിരിക്കും, റൂട്ട് k by t ക്ക് ഈക്വൽ ആയിരിക്കും. ഓക്കെ, 2 സീറ്റ ഒമേഗ എൻ എസിനെ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്ത് വരും, എസ് ബൈ ടി. അപ്പൊ സോ 1/t ക്ക് ഈക്വൽ ആണ്. ഇതിൽ ഒമേഗ എന്നിന്റെ വാല്യൂ നമുക്കറിയാം. ഇത് സോൾവ് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് ഇവിടെ സ്ക്വയർ ചെയ്യാം. അപ്പൊ 2 സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 സീറ്റ സ്ക്വയർ ഒമേഗ എൻ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/t സ്ക്വയർ അല്ലെ. അതായത് സീറ്റ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് വരും, 1/t സ്ക്വയർ. ഇവിടെ വരുന്നത് എന്താ, 4ഉം ഒമേഗ എൻ സ്ക്വയറിന്റെ വാല്യൂ വന്നിട്ടുള്ളത് എന്താ, k by t. അത് ഇങ്ങോട്ട് വരുമ്പോ എന്താവും, സീറ്റ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/t square into t by 4k, which implies theta is equal to 1/2 root kt എന്ന് എഴുതി കൂടെ നമുക്ക്. അതായത് സീറ്റ ഇസ് പ്രൊപ്പോർഷണൽ ടു 1/√k ആണ്. കറക്റ്റ് അല്ലേ. നമുക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ള റിലേഷൻ നമുക്ക് ഇവിടെ ഒന്നുകൂടെ എടുത്ത് എഴുതാണ്. സീറ്റ ഇസ് പ്രൊപ്പോർഷണൽ ടു 1/√k. ഇനി എന്താണ് ചെയ്തിട്ടുള്ളത്, നമ്മുടെ damping ratio is increased from theta 1.2 to theta 2.8. അങ്ങനെയാണെങ്കിൽ theta is proportional to root k ആയതുകൊണ്ട് നമുക്ക് ഇതിന്റെ റേഷ്യോനെ എങ്ങനെ എഴുതാം, theta 2
divided by theta 1 is equal to എന്ത് എഴുതാം റൂട്ട് k1 divided by root k2 എന്ന് എഴുതാം, which is equal to theta 2 നും theta 1 നും നമുക്ക് വാല്യൂ ഇവിടെ എഴുതാമല്ലോ, ഓൾറെഡി തന്നിട്ടുണ്ട് 0.2ഉം 0.8ഉം ആണെന്ന്. അപ്പോൾ എന്താണ് 0.8 by 0.2 വരും, വിച്ച് ഈസ് ഈക്വൽ ടു 4 ആണ് വരിക അല്ലേ, കറക്റ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ k1 by k2 എന്ന് പറയുന്നത് എന്തായിരിക്കും, സ്ക്വയർ എടുത്തതായിരിക്കില്ലേ, വിച്ച് മീൻസ് 4 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 16 ഇംപ്ലൈസ് k2 എന്ന് പറയുന്നത് എന്തായിരിക്കും, k1 ഡിവൈഡഡ് ബൈ 16 ചെയ്തതായിരിക്കും. k2 എന്ന് പറയുന്നത് k1നെ 1/16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ്. സോ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Gain k is increased from 100 to 1000 in the system closed loop transfer function k divided by s square plus 10s plus k എന്നാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ k1 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, k1 is equal to 100 എന്നും k2 is equal to 1000 എന്നും നമുക്ക് എഴുതാം. ഇനി നമുക്കറിയുന്ന കാര്യം എന്താണ്, സ്റ്റാൻഡേർഡ് ഇക്വേഷനുമായിട്ട് ഈ ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷനെ കമ്പയർ ചെയ്യുമ്പോൾ ഒമേഗ എൻ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് വരുന്നത്, കെ ആണ്, വിച്ച് ഇംപ്ലൈസ് ഒമേഗ എൻ ഇസ് ഈക്വൽ ടു റൂട്ട് കെ. കറക്റ്റ് അല്ലേ? ഇനി അടുത്തതെന്ന് പറയുന്നത് 2 സീറ്റ ഒമേഗ എൻ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 10 എന്നുള്ളതാണ്. അതായത് സീറ്റ ഇസ് എന്താണെന്ന് പറയാം നമുക്ക്, ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ ഒമേഗ എൻ. ഇപ്പൊ സീറ്റ ഈസ് പ്രൊപ്പോർഷണൽ ടു 1 ബൈ ഒമേഗ എൻ എന്ന് എഴുതാം നമുക്ക്, അതുപോലെ തന്നെ 1 ബൈ റൂട്ട് കെ എന്നും കൂടെ എഴുതിക്കൂടെ. അപ്പൊ കെയുടെ വാല്യൂ 100 ആയിരുന്ന ടൈമിലത്തെയാണ് സീറ്റ 1 വന്നിട്ടുള്ളത്. 1000 ആവുന്ന ടൈമിലാണ് സീറ്റ 2 വന്നിട്ടുള്ളത്. അതായത് സീറ്റ ഇസ് പ്രൊപ്പോർഷണൽ ടു 1 ബൈ റൂട്ട് കെ ആയതുകൊണ്ട് ആസ് കെ ഇൻക്രീസസ് സീറ്റ ഡിക്രീസസ്, വിച്ച് ഇംപ്ലൈസ് സീറ്റ 1 വിൽ ബി ഗ്രേറ്റർ ദാൻ സീറ്റ 2. കറക്റ്റ് അല്ലേ? ഈ സീറ്റനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡാമ്പിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ ഡാമ്പിംഗ് റേഷ്യോ എന്താ ഉണ്ടാവുന്നത്, റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. സീറ്റ 2 എന്ന് പറയുന്നത് എന്താണ്, സീറ്റ 1നേക്കാൾ കുറവാണ്. ഓക്കെ, അതേസമയം നാച്ചുറൽ ഫ്രീക്വൻസി എടുക്കുകയാണെങ്കിൽ natural frequency omega n is proportional to root k, which implies omega n2 is greater than omega n1. അതായത് നാച്ചുറൽ ഫ്രീക്വൻസി എന്താ ചെയ്യുന്നുണ്ടാവുക, ഇൻക്രീസ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഇവിടുത്തെ ഓപ്ഷൻ ഏതാണ് വരിക, ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാല്യൂ ഓഫ് ഗെയിൻ k satisfying kv is greater than 10 second inverse and stable closed loop operation for a unity feedback system with g of s is equal to k divided by s into s plus 2 into s plus 10 is എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ പോൾസ് അറ്റ് ഒറിജിൻ എത്രയാണ്, 1 ആണ്, വിച്ച് ഇംപ്ലൈസ് ഇറ്റ് ഈസ് എ ടൈപ്പ് 1 സിസ്റ്റം. കറക്റ്റ് അല്ലേ? ടൈപ്പ് 1 സിസ്റ്റം ആണെന്ന് പറഞ്ഞൂടെ. അപ്പൊ ടൈപ്പ് 1 സിസ്റ്റത്തിന്റെ കേസിൽ നമുക്ക് വരുന്ന എറർ കോൺസ്റ്റന്റ് ഏതാണ്, കെ വി ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എസ് ടെൻസ് ടു 0 എസ് ഇൻറ്റു ജി ഓഫ് എസ്. എച്ച് ഓഫ് എസ് എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ 1 ആണ്, സിംപ്ലി 1 ആണ്, കാരണം യൂണിറ്റി ഫീഡ്ബാക്ക് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, ലിമിറ്റ് എസ് ടെൻസ് ടു 0 എസ് ഇൻറ്റു കെ ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 2 ഇൻറ്റു എസ് പ്ലസ് 10. എസും ക്യാൻസൽ ആയിപ്പോയി, which is equal to k divided by 20 അല്ലെ. ഇതെന്ന് പറയുന്നത് എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഗ്രേറ്റർ ദാൻ 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, വിച്ച് ഇംപ്ലൈസ്
കെ എന്ന് പറയുന്നതിന്റെ വാല്യൂ എന്തായിരിക്കും? മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 200 ആയിരിക്കും. അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ടോ? ഇല്ല. സോ ഓപ്ഷൻ എന്തായിരിക്കും? ഓപ്ഷൻ ഡി, നൺ ഓഫ് ദീസ് ആണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് രണ്ട് സിസ്റ്റംസ് തന്നിട്ടുണ്ട്. സിസ്റ്റം എ തന്നിട്ടുണ്ട്, സിസ്റ്റം ബി തന്നിട്ടുണ്ട്. രണ്ടിന്റെയും സെറ്റിലിംഗ് ടൈം തന്നിട്ടുണ്ട് 4 സെക്കൻഡും 2 സെക്കൻഡും ആണെന്ന്. അത് കഴിഞ്ഞിട്ട് പീക്ക് ഓവർഷൂട്ട് കൂടെ നമുക്ക് തന്നിട്ടുണ്ട് 15%ഉം 25%ഉം ആണ്. അങ്ങനെയാണെങ്കിൽ ഈ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. സെറ്റിലിംഗ് ടൈം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹൗ ഫാസ്റ്റ് ദ സിസ്റ്റംസ് സെറ്റിൽസ് ടു സ്റ്റഡി സ്റ്റേറ്റിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സെറ്റിലിംഗ് ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 4 സെക്കൻഡ് എടുത്തിട്ടാണ് സിസ്റ്റം എ സ്റ്റഡി സ്റ്റേറ്റിൽ എത്തുന്നത്. പക്ഷെ സിസ്റ്റം ബി എന്ന് പറയുന്നത് എന്താണ്? 2 സെക്കൻഡിൽ തന്നെ സ്റ്റഡി സ്റ്റേറ്റിൽ എത്തുന്നുണ്ട്. വിച്ച് ഇംപ്ലൈസ് സിസ്റ്റം ബി ഈസ് ഫാസ്റ്റർ ദാൻ സിസ്റ്റം എ. അപ്പൊ എന്താണ്? സിസ്റ്റം എ ഇസ് സ്ലോവർ റെസ്പോൺസ് എന്ന് എഴുതാം, അല്ലെങ്കിൽ സിസ്റ്റം ബി ഇസ് ഫാസ്റ്റർ റെസ്പോൺസ് ആണ് വരേണ്ടത്. അപ്പൊ ഈ രണ്ട് ഓപ്ഷൻസിൽ ഏതോ ഒന്നാണെന്ന് നമുക്ക് മനസ്സിലായി. കാരണം സിസ്റ്റം എ സ്ലോവർ റെസ്പോൺസ് ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു സെറ്റിലിംഗ് ടൈം കമ്പയർ ചെയ്തിട്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് പീക്ക് ഓവർഷൂട്ട് വെച്ചിട്ട് റിലേറ്റീവ് സ്റ്റെബിലിറ്റി ആണ്. പീക്ക് ഓവർഷൂട്ട് 15% ആവുമ്പോൾ എന്താണ്? ഇറ്റ് ഇംപ്ലൈസ് ഹൈ ഡാമ്പിംഗ്. ഹൈ ഡാമ്പിംഗ് ഇംപ്ലൈസ് ബെറ്റർ സ്റ്റെബിലിറ്റി. അതുപോലെ 25% ഈ 15%ന്റെ കേസിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്തായിരിക്കും? ലോ ഡാമ്പിംഗ് ആയിരിക്കും, ലോവർ ഡാമ്പിംഗും ആയിരിക്കും, പുവർ സ്റ്റെബിലിറ്റിയും ആയിരിക്കും. അപ്പൊ സിസ്റ്റം എക്കാണ് എന്ത്? ബെറ്റർ സ്റ്റെബിലിറ്റി. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ ഏതാണ് വരിക? ഡി അല്ലേ വരിക? ഓപ്ഷൻ ഡി ആണ് വരിക. സിസ്റ്റം എ എക്സിബിറ്റ് സ്ലോവർ റെസ്പോൺസ് ആൻഡ് ബെറ്റർ റിലേറ്റീവ് സ്റ്റെബിലിറ്റി. അപ്പൊ ഇത് നമുക്ക് ചെയ്യണമെങ്കിൽ സെറ്റിലിംഗ് ടൈമും റെസ്പോൺസും തമ്മിലുള്ള ഒരു റിലേഷനും അതുപോലെ തന്നെ പീക്ക് ഓവർഷൂട്ടും സ്റ്റെബിലിറ്റിയും തമ്മിലുള്ള റിലേഷനും നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ജി ഇസ് ഈക്വൽ ടു എസ് സ്ക്വയർ പ്ലസ് 3 ഡിവൈഡഡ് ബൈ എസ് ക്യൂബ് ഇൻറ്റു 2 പ്ലസ് 3s പ്ലസ് എസ് സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഓർഡറും ടൈപ്പും ആണ് ചോദിച്ചിരിക്കുന്നത്. പോൾസ് അറ്റ് ഒറിജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടൈപ്പ് എന്ന് പറയുന്നത്. ഒറിജിനിൽ എത്ര പോൾസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്? 3 പോൾസ് ആണ് അല്ലെ? അതായത് ടൈപ്പ് ഓഫ് സിസ്റ്റം എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 ആയിരിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഓർഡർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓർഡർ എന്ന് പറയുന്നത് എങ്ങനെയാണ് കാണുക? ഹയസ്റ്റ് പവർ ഓഫ് എസ് ഇൻ ഡിനോമിനേറ്റർ ആണ്. എസ് ക്യൂബിനോണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. 2s ക്യൂബ് പ്ലസ് 3s റേസ് ടു 4 പ്ലസ് എസ് റേസ് ടു 5. ഏതാണ് ഹയസ്റ്റ്? 5 ആണ് വരുന്നത്. അപ്പൊ ഓർഡർ എന്തായിരിക്കും? 5 ആയിരിക്കും. വിച്ച് ഇംപ്ലൈസ് ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓർഡർ ഓഫ് സിസ്റ്റം ഇസ് 5 ആൻഡ് ടൈപ്പ് ഓഫ് സിസ്റ്റം ഇസ് 3. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം. ദ സ്റ്റഡി സ്റ്റേറ്റ് എറർ ഓഫ് എ സിസ്റ്റം ടു സ്റ്റെപ്പ് ഇൻപുട്ട് ഈസ് 0.2. സ്റ്റെപ്പ് ഇൻപുട്ടിന് 0.2, അതായത് ഫൈനൈറ്റ് വാല്യൂ വരണമെങ്കിൽ തന്നിട്ടുള്ള സിസ്റ്റം എന്തായിരിക്കണം? ടൈപ്പ് 0 സിസ്റ്റം ആയിരിക്കണ്ടേ? അതിന്റെ കേസിലല്ലേ നമുക്ക് ESS ഈക്വൽ ടു ഫൈനൈറ്റ് വാല്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടേബിൾ പഠിച്ച് അല്ലെ? ആ ESSന്റെ വാല്യൂ കാണുന്നതിനുള്ള ഫോർമുല എന്താണ്? 1/1 പ്ലസ് KP അല്ലെ? അതാണ് ഇവിടെ 0.2 തന്നിട്ടുള്ളത്. ഇംപ്ലൈസ് 1 പ്ലസ് KP നമുക്ക് എങ്ങനെ എഴുതാം? 1 ഡിവൈഡഡ് ബൈ 0.2 വിച്ച് ഈസ് ഈക്വൽ ടു 5 എന്ന് എഴുതിക്കൂടെ? വിച്ച് ഇംപ്ലൈസ് KP ഇസ് ഈക്വൽ ടു 4. കറക്റ്റ് ആണല്ലോ. ഇനി ഈ സിസ്റ്റം ഇപ്പൊ എന്ത് ചെയ്തിരിക്കുകയാണ്? നൗ കാസ്കേഡഡ് വിത്ത് ആൻ ഇന്റഗ്രേറ്റർ. ഇന്റഗ്രേറ്ററിന്റെ നമുക്കറിയാം ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താണ് വരുന്നത്? 1 ഡിവൈഡഡ് ബൈ എസ് ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് എറർ ടു റാമ്പ് ഇൻപുട്ട് ആണ് ചോദിച്ചിട്ടുള്ളത്. ന്യൂ സിസ്റ്റത്തിന്റെ കേസിൽ ടൈപ്പ് 0 സിസ്റ്റം ആയിരുന്നത് ഇന്റഗ്രേറ്റർ വെച്ച് കാസ്കേഡ് ചെയ്ത് കഴിയുമ്പോൾ 1/s എന്നുള്ള ടേം ഡിനോമിനേറ്ററിൽ വരുന്നത് കൊണ്ട് ടൈപ്പ് 0യിൽ നിന്ന് ടൈപ്പ് 1ലേക്ക് ആയിരിക്കും മാറുന്നുണ്ടാവുക. കറക്റ്റ് അല്ലേ? അപ്പൊ ഈ ടൈപ്പ് 1ൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്ന് പറയുന്നത് ഏതാണ്? 1 ഡിവൈഡഡ് ബൈ KV എന്ന് പറയുന്നതാണ്.
അതിൽ കെ വി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ലിമിറ്റ് എസ് ടെൻസ് ടു 0, നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താണ് ഇപ്പോ? എസ് ഇൻറ്റു ജി ഓഫ് എസ് ഡിവൈഡഡ് ബൈ എസ് ഉണ്ട് അല്ലെ? ഈ എസ് എസും ക്യാൻസൽ ചെയ്ത് പോയി. അത് കഴിയുമ്പോൾ എന്താണ് കിട്ടുക നമുക്ക്? ജി ഓഫ് 0യുടെ വാല്യൂ വിച്ച് ഇംപ്ലൈസ് കെ പിയുടെ വാല്യൂ ആണ് അല്ലെ? വിച്ച് ഈസ് ഈക്വൽ ടു 4. അങ്ങനെയാണെങ്കിൽ ഇ എസ് എസിന്റെ വാല്യൂ എന്തായിരിക്കും? സ്റ്റഡി സ്റ്റേറ്റ് എററിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/4 വിച്ച് ഈസ് ഈക്വൽ ടു 0.25 വിച്ച് ഈസ് ഈക്വൽ ടു 0.25. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വരിക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഏതിനെയാണ് അൺഡാംഡ് സിസ്റ്റം എന്ന് പറയുന്നത്, ക്രിട്ടിക്കലി ഡാംഡ് സിസ്റ്റം എന്ന് പറയുന്നത്, അണ്ടർ ഡാംഡ് സിസ്റ്റം എന്ന് പറയുന്നത്, ഓവർ ഡാംഡ് സിസ്റ്റം എന്ന് പറയുന്നത്, നെഗറ്റീവ്ലി ഡാംഡ് സിസ്റ്റം എന്ന് പറയുന്നത്? ഇത്ര അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മാച്ച് ദ ഫോളോയിങ് ഈസിലി ചെയ്യാവുന്നതാണ്. നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമ്മുടെ സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിന്റെ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് സീറ്റയുടെ വാല്യൂ വെച്ച് കമ്പയർ ചെയ്യാണ് വേണ്ടത്. നമുക്കറിയാം 0ന്റെയും 1ന്റെ ഇടയിലാണ് സീറ്റ വരുന്നതെങ്കിൽ ഇറ്റ് ഈസ് അണ്ടർ ഡാംഡ് സിസ്റ്റം. അപ്പോ ബി എന്ന് പറയുന്നതിന്റെ ഓപ്ഷൻ 1 ആണ് വരിക. ഓക്കെ, നെക്സ്റ്റ് സീറ്റ ഈസ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുന്നത് ഓവർ ഡാംഡ് സിസ്റ്റത്തിന്റെ ആണ് വരിക. ഓക്കെ, അപ്പൊ സിയുടെ 4 ആണ് വരുന്നത്. സീറ്റ ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് നമുക്കറിയാം ക്രിട്ടിക്കലി ഡാംഡ് സിസ്റ്റത്തിന്റെ ആണ് വരുന്നത്. ഓക്കെ, അപ്പോ ഇയും 3യും ആണ് വരുന്നത്. ഇയും 3യും ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്ര ഈ 3 അറിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ആൻസർ എഴുതാവുന്നതേ ഉള്ളൂ. ഓപ്ഷൻ എ ആണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് എ യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റം ഇസ് ഗിവൺ ബൈ നമ്മുടെ സാധാരണ സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് എറർ ഫോർ യൂണിറ്റ് റാമ്പ് ഇൻപുട്ട് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയാം നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? ജി ഓഫ് എസ്, എച്ച് ഓഫ് എസ് 1 ആയതുകൊണ്ട് ജി ഓഫ് എസ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ജി ഓഫ് എസ് ഇസ് ഈക്വൽ ടു ഒമേഗ എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2 സീറ്റ ഒമേഗ എൻ എസ് പ്ലസ് ഒമേഗ എൻ സ്ക്വയർ ആണ് തന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് നമ്മൾ ജി ഓഫ് എസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുക ജി ഓഫ് എസ് ഇസ് ഈക്വൽ ടു ഒമേഗ എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 2 സീറ്റ ഒമേഗ എൻ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കെ വി കണ്ടുപിടിക്കാൻ അറിയില്ലേ? ലിമിറ്റ് എസ് ടെൻസ് ടു 0 എസ് ഇൻറ്റു ജി ഓഫ് എസ്, എച്ച് ഓഫ് എസ് 1 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും? എസ് എസും ക്യാൻസൽ ആയി പോവും. ബാക്കി ഉണ്ടാവുക ഒമേഗ എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ എസിന് 0യും കൂടി കൊടുക്കുകയാണെങ്കിൽ എന്ത് വരും? 2 സീറ്റ ഒമേഗ എൻ എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഒമേഗ എൻ ക്യാൻസൽ ചെയ്ത് പോവാലോ. ക്യാൻസൽ ചെയ്ത് പോയി കഴിയുമ്പോൾ നമുക്ക് കെ വിയുടെ വാല്യൂ എന്താണ് കിട്ടുന്നത്? ഒമേഗ എൻ ഡിവൈഡഡ് ബൈ 2 സീറ്റ എന്നുള്ളതാണ് കിട്ടുന്നത്. ഇനി നമുക്ക് സ്റ്റഡി സ്റ്റേറ്റ് എറർ ആണ് കാണേണ്ടത്, വിച്ച് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ കെ വി വിച്ച് ഈസ് ഈക്വൽ ടു 2 സീറ്റ ഡിവൈഡഡ് ബൈ ഒമേഗ എൻ വരും. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ ഏതാണ് വരിക? ഓപ്ഷൻ ബി 2 സീറ്റ ഡിവൈഡഡ് ബൈ ഒമേഗ എൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മൈനസ് എ പ്ലസ് ഓർ മൈനസ് ജെ ബി ആണ് നമുക്ക് കോംപ്ലക്സ് കോൺജുഗേറ്റ് റൂട്ട്സ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഓഫ് സെക്കൻഡ് ഓർഡർ സിസ്റ്റം തന്നിട്ടുള്ളത്. അതിന്റെ ഡാമ്പിംഗ് കോഎഫിഷ്യന്റും നാച്ചുറൽ ഫ്രീക്വൻസിയും എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ബൈ ഹാർട്ട് ചെയ്യേണ്ട ഒരു ഫോർമുലയാണ് ഇത്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്തെടുക്കാനായിട്ടുള്ള സമയം ഉണ്ടാവില്ല എക്സാമിന്. അതുകൊണ്ട് ഇത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കാം. റൂട്ട്സ് എന്ന് പറയുന്നത് എസ് ഇസ് ഈക്വൽ ടു മൈനസ് സീറ്റ ഒമേഗ എൻ പ്ലസ് ഓ മൈനസ് ജെ ഇൻറ്റു ഒമേഗ എൻ റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ. ഇതുമായിട്ട് ഈ എനെയും ബിനെയും കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഇക്വേഷൻ സോൾവ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് വരുന്ന
ആൻസർ എന്ന് പറയുന്നത് ഒമേഗ എൻ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആൻഡ് സീറ്റ ഇസ് ഈക്വൽ ടു a divided by omega n ആണ് വരിക, which is equal to a divided by root of a square plus b square. അതായത് ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ 0 ലെസ് ദാൻ സീറ്റ ലെസ് ദാൻ 1/√2 ഇത് ഏത് സിസ്റ്റം ആയിരിക്കും? അണ്ടർ ഡാംഡ് അല്ലേ? അണ്ടർ ഡാംഡിന്റെ കേസിൽ റെസൊണന്റ് പീക്ക് MR ഇസ് ഈക്വൽ ടു എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇതും ഡയറക്റ്റ് പഠിച്ചു വെക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ആണ് വരിക, 1 ഡിവൈഡഡ് ബൈ 2 സീറ്റ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കാം, റെസൊണന്റ് പീക്കിന്റെ ഇക്വേഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, compute the time required to settle the unit step response of the system with closed loop transfer function 1 by s square plus 4s plus 8 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സെറ്റിലിംഗ് ടൈം ആണ്. സെറ്റിലിംഗ് ടൈമിന്റെ ഇക്വേഷൻ എന്താണ്? സെറ്റിലിംഗ് ടൈം ഇസ് ഈക്വൽ ടു ts is equal to 4 സീറ്റ ഒമേഗ എൻ അല്ലെ? സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2 സീറ്റ ഒമേഗ എൻ ഇസ് ഈക്വൽ ടു 4 ആണെന്ന് എഴുതാം, ഈ 4 അല്ലെ? അതിൽ നിന്ന് നമുക്ക് സീറ്റ ഒമേഗ എൻ എന്താണെന്ന് എഴുതിക്കൂടെ? 4/2 2 ആണ് വരിക. ആ സീറ്റ ഒമേഗ എന്നിന്റെ വാല്യൂ ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, വിച്ച് ഇംപ്ലൈസ് 4 ഡിവൈഡ് ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു 2. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഒമേഗ എന്നും സീറ്റ എന്നും സെപ്പറേറ്റ് കാണേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇക്വേഷനിൽ സീറ്റ ഒമേഗ എൻ ആണ് ഇവിടെ ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യാണ്? ഡയറക്ട്ലി കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാച്ചുറൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുണ്ട്. ക്ലോസ്ഡ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്, സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിന്റെ ആണ്. അപ്പൊ എന്തായിരിക്കും? ഇത് ഒമേഗ എൻ സ്ക്വയറിന് ഈക്വലന്റ് ആയിരിക്കും. ഇത് ഈ 3 എന്ന് പറയുന്നത് 2 സീറ്റ ഒമേഗ എന്നിന് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്ത് എഴുതാം നമുക്ക്? ഒമേഗ എൻ സ്ക്വയർ ഇസ് ഈക്വൽ ടു 9 ഇംപ്ലൈസ് ഒമേഗ എൻ ഇസ് ഈക്വൽ ടു 3 റേഡിയൻ പെർ സെക്കൻഡ്. മറ്റേത് കണ്ടുപിടിക്കാനായിട്ട് നമ്മളോട് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ എന്ന് നമുക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റും. ഓക്കെ, നമ്മളോട് നേച്ചർ ഓഫ് റെസ്പോൺസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഒരു ഔട്ട്പുട്ട് നമുക്ക് തന്നിട്ടുണ്ട്, 12 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 5s പ്ലസ് 4 ആണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? ഈ 4 എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ഒമേഗ എൻ സ്ക്വയർ ആണെന്ന് എഴുതിക്കൂടെ? Now the last question is, peak time TP is equal to 3 second ആണെന്ന് തന്നിട്ടുണ്ട്. For a system to which unit step input ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഡാമ്പിംഗ് ഫ്രീക്വൻസി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പീക്ക് ടൈമിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, പൈ ഡിവൈഡഡ് ബൈ ഒമേഗ എൻ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ ആണ്. ഇതിന് ഒമേഗ എൻ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയറിനെയാണ് നമ്മൾ ഒമേഗ ഡി അല്ലെങ്കിൽ ഡാമ്പിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡാമ്പിംഗ് ഫ്രീക്വൻസി ആണ് നമുക്ക് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒമേഗ ഡി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? പൈ ഡിവൈഡഡ് ബൈ ടി പി ചെയ്തതായിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു 3.14 ഡിവൈഡഡ് ബൈ 3 ചെയ്തതായിരിക്കും 1.047 റേഡിയൻ പെർ സെക്കൻഡ് വരും. 4 ആണ്. അപ്പൊ ഇവിടെ എന്താ വരിക ആൻസർ? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വരിക. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് സ്റ്റഡി സ്റ്റേറ്റ് ആൻഡ് ട്രാൻസിയന്റ് റെസ്പോൺസ് സ്പെസിഫിക്കേഷൻസിന്റെ ഭാഗത്ത് നിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. എക്സ്പ്ലെയിൻ ചെയ്ത തിയറിയിലോ ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും ക്വസ്റ്റ്യൻസിലോ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. ഫോക്കസ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.